പ്രിയപ്പെട്ടവരെ, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് വ്യത്യസ്തമായ കാഴ്ച എന്റെ പിറകിലുണ്ട്. എന്റെ പിറകിലുള്ള ഒരു വ്യത്യസ്തമായ കാഴ്ചയാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോ ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ ഷാരിഗാവ് ക്ഷേത്രത്തിൽ വെച്ചിട്ടാണ്. അപ്പോ അവിടെ ഒരു വ്യത്യസ്തമായ ഒരു കാഴ്ച, ഒരുപാട് ആളുകൾ അത് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്നുള്ളത് നമുക്ക് കാണാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് ഇന്നത്തെ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവരും കാണുക. അപ്പോൾ ആ സസ്പെൻസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇപ്പൊ നടന്നു പോകുന്ന ആൾ തന്നെയാണ് സസ്പെൻസ്. ഈ നടന്നു പോകുന്ന ആന, ഈ ആനയ്ക്ക് പ്രത്യേകം എന്ത് കൊണ്ടറിയില്ല, ഭക്ഷണം കഴിക്കില്ല. പക്ഷെ ആളുകളായിട്ട് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആനയാണിത്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ആന. ആളുകൾക്ക് തുമ്പിക്കൈ പിടിക്കാം, കൊമ്പ് പിടിക്കാം, വയറ് പിടിക്കാം, വാല് പിടിക്കാം, ഒരു പ്രയാസമില്ല. കൊച്ചു കുട്ടികളെ പോലും ആനയുടെ അടുത്ത് കൊണ്ട് ധൈര്യപൂർവ്വം നിർത്താം. അത്രയും ആളുകളുമായി ഫ്രണ്ട്ലി ആയിട്ടുള്ള ആന. 10,000 വരുന്ന ഈ ഉത്സവത്തിൽ ഒരു ചങ്ങല പോലും ഇടാതെയാണ് ഈ ആന ജനങ്ങൾക്കിടയിലൂടെ കടന്നു പോകുന്നത്. അപ്പൊ ഈ ഉത്സവപ്പറമ്പിലെ ഏറ്റവും ഒരു താരപരിവേഷമുള്ള ആന തന്നെയാണ് ഈ ആന എന്ന് തെളിയിക്കുന്നതാണ് ഈ ആനയുടെ പുറകെ പോകുന്ന ഈ ജനക്കൂട്ടം എന്ന് പറയുന്നത്. ഇത് പിഷാരിക്കാവ് ക്ഷേത്രത്തിലെ വലിയ വിളക്ക് ദിവസം താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും, കൊയിലാണ്ടി താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വരവുകൾ വരും. അങ്ങനെ 12 ദേശവരവിന്റെ ഭാഗമായിട്ട് വന്ന ആനയാണിത്. ഈ ആനയെ കാണാൻ വേണ്ടിയാണ് ഇത്രയും വലിയ ജനക്കൂട്ടം ഈ ആനയുടെ പുറകെ പോകുന്നത്, വല്ലത് തൊട്ട് തൊട്ടാൻ പോകുന്നതും ഒക്കെ തന്നെ സെൽഫി എടുക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ ഈ ഉത്സവത്തിനൊരു വലിയ ശ്രദ്ധാകേന്ദ്രം തന്നെയാണ് ഈ ആന എന്ന് പറയുന്നത്. അപ്പോൾ ആനയുടെ കൂടുതൽ വിശേഷങ്ങളും കൂടുതൽ കാഴ്ചകൾക്ക് പോയാണ് ഇന്നത്തെ എപ്പിസോഡുകളിലൂടെ എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി കാണിച്ചു തരാൻ പോകുന്നത്. ഇത് കണ്ടോ, 10,000 പങ്കെടുക്കുന്ന ഉത്തര മലബാറിലുള്ള ഏറ്റവും വലിയൊരു ഉത്സവ സ്ഥലമാണ് പിഷാരിക്കാവ്. ആ ക്ഷേത്രത്തിലാണ് ഈ ആന ഒരു വരവ് സംഘത്തിന്റെ ഭാഗമായി എത്തിയിട്ടുള്ളത്. ആ ഒരു കാഴ്ചയാണ്, ആനയുമായി ബന്ധപ്പെട്ട കാഴ്ചയാണ് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ഇന്നത്തെ ബ്ലോഗിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കണ്ട ആ നെറ്റിപ്പട്ടൊക്കെ കെട്ടി ആ തുമ്പിക്കൈയും കൊമ്പും എന്തൊരു ലക്ഷണത്തെ ഗജവീരനാ നോക്ക്. അല്ല മസ്തകത്തിന്റെ ഒക്കെ തന്നെ ഒരു അഴകുണ്ട്, നല്ല ലക്ഷണമൊത്തൊരു ഗജവീരൻ. പക്ഷെ എന്താണ്, ആൾക്കാർക്ക് ഒന്നൊരു പേടിയില്ല. അതിന്റെ കൊമ്പ് പിടിക്കുന്നുണ്ട്, തുമ്പിക്കൈ പിടിക്കുന്നുണ്ട്, ചില ആളുകൾ വേക്കുന്നത് വയറും അതിന്റെ വാലൊക്കെ പിടിച്ച് നോക്കുന്നുണ്ട്. എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ട് അവർക്കൊപ്പം സെൽഫി എടുക്കുന്നു. അങ്ങനെ എല്ലാവരുടെയും ഹൃദയം കീഴടക്കിയ ഒരു ആനയാണ് ഇത്. ഇവിടെ താലൂക്കിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരവുകൾ എത്താറുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ വരവിന്റെ ഭാഗമായിട്ട് എത്തിയിട്ടുള്ള ആനയാണിത്. ഈ ആന ഈർന്നളത്തൊക്കെ കഴിഞ്ഞ് വരവൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുന്ന
സന്ദർഭത്തിലാണ് ഞങ്ങളുടെ മുന്നിൽ ഈ ആന പെട്ടത്. അപ്പോഴൊക്കെ തന്നെ വലിയൊരു ജനസംഖ്യ തന്നെ ഈ ആനയെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. എല്ലാവർക്കും ഇതിന്റെ കൂടെ നിന്ന് സെൽഫി എടുക്കണം. അപ്പോൾ എല്ലാവരും സെൽഫി എടുക്കുന്നുണ്ട്, അതിലൊക്കെ തന്നെ ക്യാമറയിൽ പകർത്തുന്നുണ്ട്. ആന ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയമുള്ളവർ, ഈ ആനയ്ക്ക് ഭക്ഷണമൊന്നും വേണ്ട കേട്ടോ. ഭക്ഷണം വേണ്ട, പിണ്ടടിയില്ല, മൂത്രമൊഴിക്കില്ല, അങ്ങനെ ഒരു പരിപാടിയില്ല. പക്ഷെ ഈ ജനറേറ്റർ സെറ്റിൽ ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടെങ്കിൽ ആന ഉഷാറ്. പെട്രോൾ ആണ് ഈ ആനയുടെ ഊർജ്ജം എന്ന് പറയുന്നത്. പെട്രോൾ ഉണ്ടെങ്കിൽ ഇത് മൂവ് ചെയ്യും, അതുപോലെ തന്നെ പെട്രോൾ ഉണ്ടെങ്കിൽ ആളെ റൺ ചെയ്യുള്ളൂ. അപ്പൊ അതാണ് ഈ ആനയുടെ മെയിൻ സംഭവം, പെട്രോളാണ്. ബാക്കി ഒരു ശരാശരി ആനയ്ക്ക് വേണ്ട എല്ലാ പക്ഷേ മറ്റുള്ള ആനകളെ അപേക്ഷിച്ചും ഇത് പെട്രോൾ ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോകും. ഇത് ചാലക്കുടിക്കാരനായിട്ടുള്ള ഒരു റോബോട്ടിക് ആനയാട്ടോ. അപ്പോൾ ചാലക്കുടി നമ്മുടെ മണിച്ചേട്ടന്റെ നാട്ടിൽ നിന്ന് 12,000 ദേശവരവിന്റെ ഭാഗമായിട്ട് റോബോട്ടിക് ആനയുടെ വിശേഷങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ എന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും ഇതുപോലുള്ള മനോഹരമായ കാഴ്ചകൾ, ഇപ്പൊ എന്റെ മോൻ കണ്ടില്ലേ, എന്റെ മോനുണ്ട് ഇവിടെ, വളരെ ആശ്ചര്യത്തോടുകൂടി റോബോട്ടാണ് ഞാൻ തൊടുന്നുണ്ട്, നോക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരുടെയും മനം കവർന്ന റോബോട്ടാനിയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഇനിയും നിങ്ങൾക്ക് എന്നെ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് എല്ലാവരും എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത്, അതുപോലെ തന്നെ ബെൽ ബട്ടണൊക്കെ ഒന്ന് അമർത്തി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അങ്ങനെ എല്ലാവരും ഹെൽപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വിജയം ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ്.